പിതാവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഒരു വെള്ളിയാഴ്ച കാലവും കർത്താവ് നമുക്ക് ഒന്നിച്ച് തന്ന് ഓർത്ത് നന്ദിയോടെ പിതാവിന് സ്തോത്രം ചെയ്യുന്നു. 2018 നമുക്കറിയാവുന്നതിൽ നമ്മുടെ കാലഘട്ടത്തിൽ കേരളം ഫേസ് ചെയ്തത് ഒരു വലിയ ഒരു ഫ്ലഡ്സായിരുന്നു. ഏകദേശം 400-ൽ പരം ആൾക്കാർ മരിച്ച ഒരു സംഭവമാണ് 2018 ഫ്ലഡ്സ്. ചിലരെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കും. കേരളത്തിലെ ഒട്ടുമിക്കവാറും പ്രദേശങ്ങളിൽ മുങ്ങിയ സമയങ്ങളാണ്. നമ്മൾ 2018 ആ സമയത്ത് ഈ ഫ്ലഡ്സൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിലോട്ടൊരു ഗസ്റ്റ് വന്നു. ഇപ്പോൾ ഗസ്റ്റ് വന്നപ്പം ആ ഗസ്റ്റ് പറഞ്ഞു, ഇതെന്തൊരു മലയാണ്, ഇത്രയും മലയുടെ മണ്ടയ്ക്കാണോ വീട് എന്ന് പറഞ്ഞ ഒരു സമയമുണ്ട്. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ ആളിൻ്റെ വീട്ടിൽ നിറയെ വെള്ളം. നിങ്ങൾ അറിഞ്ഞു കാണും, ഓൾമോസ്റ്റ് ഫ്ലോറ് ഈ AC ഒക്കെ ലെവൽ വരെ വെള്ളം നിറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വീട് പണിയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കർത്താവ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യം, വേഴ്സ് 24, മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 24, മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 24, 7:24 വായിച്ചാൽ. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. Therefore whoever hears these sayings of mine and does them, I will liken him to a wise man who built his house on the rock. നമ്മൾ എല്ലാവരും ഒരു നിലയിൽ അല്ലെങ്കിൽ വേറൊരു നിലയിൽ പല കാര്യങ്ങൾ പണിയുന്നവരാണ്. നമ്മളുടെ സ്വന്തമായ ജീവിതം പണിയുന്നവരാണ്, നമ്മുടെ കുടുംബം നമ്മൾ പണിയുന്നവരാണ്, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ പണിയുന്നവരാണ്, നമ്മുടെ രാജ്യം പണിയുന്നവരാണ്. അപ്പം ഓരോ നിലയിലും വി ആർ കോൺട്രിബ്യൂട്ടിങ് ടു സംതിങ്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ സീരിയസ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, വലിയ ഫ്ലഡ്സൊക്കെ കേരളം ഫേസ് ചെയ്തപ്പം അന്നാണ് എല്ലാവരും വീട് വെക്കുന്ന ഇടത്തെക്കുറിച്ച് ഇത്ര കാര്യമായിട്ട് ചിന്തിക്കുന്നത്. അന്നുവരെ വീട് എങ്ങനെയും വെക്കുക എന്നുള്ളതാണ്, ഏറ്റവും മനോഹരമാക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ സ്ഥലം വെള്ളക്കുഴിയാണ്, അതുകൊണ്ട് ഇവിടെ നമുക്ക് വീട് വെക്കണ്ട എന്ന് പലരും തീരുമാനിച്ചതിൻ്റെ കാരണം അതാണ്. നിങ്ങൾക്ക് ഒരു പക്ഷെങ്കിലും അറിയാം, പല സ്ഥലത്തിൻ്റെയൊക്കെ വില കുറഞ്ഞത് ചിലപ്പം അതുകൊണ്ടായിരിക്കും. അപ്പം ഇവിടെ കർത്താവിൻ്റെ വചനം പറയുന്നത്, therefore whoever hears the sayings of mine and does them, I will liken him to a wise man who built his house on the rock. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞ ചില വാക്കുകൾ നമ്മൾ കേൾക്കുന്നത് സന്തോഷമാണ്. അത് കേൾക്കുന്നവരുടെ കാര്യത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, കേട്ട് ചെയ്യുന്നവരെ കുറിച്ച്. ആ വാക്യം ഒന്നുകൂടെ വായിച്ചു, വേഴ്സ് 24, 24-ാമത്തെ വാക്യം. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെയും. കേൾക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അപ്പം ഈ വലിയ ദുരന്തങ്ങളൊക്കെ സംഭവിച്ചപ്പോഴും പാറമേൽ അടിസ്ഥാനമിട്ട് പണിത ആ വീട്ടിന് ഒന്നും സംഭവിച്ചില്ല. തൊട്ടടുത്ത വാക്യം, നെക്സ്റ്റ് വേഴ്സ്, 25-ാമത്തെ വാക്യം. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. Can you read in verse 25? And the rain descended, the floods came, and the winds blew and beat on that house, and it did not fall, for it was founded on the rock. നമ്മളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും സാഹചര്യങ്ങളും വിവിധതരമായ കോംപ്ലിക്കേഷൻസും ഉണ്ടാവും. അത് ന്യായമായ കാര്യമാണ്. അത് വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും എല്ലാവരുടെയും ജീവിതത്തിൽ there could be different situations will come in our personal life. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ വീട് വീണു പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. വീണുപോയാൽ നഷ്ടം നമുക്കായിരിക്കും. എന്നാൽ ബുദ്ധിമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ ദൈവവചനം കേട്ട് അനുസരിക്കുന്ന ഒരു വ്യക്തിയെയാണ് ബുദ്ധിമാൻ എന്ന് ദൈവം വിളിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ സങ്കീർത്തനത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ പറഞ്ഞൊരു വാക്യത്തിനകത്ത് നിങ്ങൾ കേട്ടു, ദൈവം ആകാശത്തിൽ നിന്ന്. Can you repeat that verse, my dear? Lord looks down from heaven upon the children of men to see those who are understanding and who seek God.
കർത്താവിനെ അന്വേഷിക്കുന്നവൻ ആരോ എങ്കിലും ഉണ്ടോ എന്ന് മേളിൽ നിന്ന് ദൈവം കുനിഞ്ഞു നോക്കുന്നു എന്ന് പറഞ്ഞാൽ ആരും ഇല്ല. പക്ഷേ നമ്മൾ കുനിഞ്ഞൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പം കണ്ടു കിട്ടത്തില്ല. അപ്പോൾ അതുപോലെ ദൈവം കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഗോഡ് ഇസ് റിയലി ലുക്കിംഗ് അറ്റ്, കീൻലി ലുക്കിംഗ് അറ്റ് സംബഡി who will really search for the Lord. അപ്പോൾ സ്വാഭാവികമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവത്തിൻ്റെ കാര്യത്തിനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ ഒരു കാര്യം ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു, ആരുടെ കുടുംബം കർത്താവിനെ അനുസരിച്ച് നടക്കുമോ അവർ ബുദ്ധിമാനായിരിക്കും. വളരെ ഉദാഹരണമായിട്ട് ഞാനൊരു കാര്യം പറയാം, നമുക്കത് മനസ്സിലാക്കണം. കർത്താവ് അനേക കാര്യങ്ങൾ മത്തായി സുവിശേഷം 5-ാം അധ്യായം 6-ാം അധ്യായം 7-ാം അധ്യായത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. വളരെ സിമ്പിളായിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ 5-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ഒരു കാര്യം പറയുകയാണ്. വേഴ്സ് 27, 27-ാമത്തെ വാക്യം, വേഴ്സ് 27, 5-ന്റെ-27. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ഇത് കർത്താവിൻ്റെ ഒരു കൽപ്പനയാണ്. വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞതിനോടെ പറഞ്ഞിരുന്നു ഏത് എക്സ്റ്റെൻറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു നോട്ടം കൊണ്ട് പോലും, ആ ഒരു നിലയിൽ ഒരു നോട്ടം കൊണ്ട് പോലും പാപം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യഭിചാരം ചെയ്തു എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പം ആ നിലയിൽ കർത്താവിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, പിന്നെ അതിനെന്നെ കുഴപ്പം, ഇങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുടെ ജീവിതത്തിൽ ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ലല്ലോ എന്ന നിലയിൽ നമ്മൾ കാര്യങ്ങൾ എടുക്കാം. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ. കർത്താവിൻ്റെ വചനം കേൾക്കുക ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അത് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇവിടെ ഒരു ബുദ്ധിമാനായ മനുഷ്യൻ ഈ വചനം കേൾക്കുമ്പോൾ, കുഞ്ഞെ നീ വ്യഭിചാരം ചെയ്യരുത്, നിൻ്റെ ഹൃദയത്തിൽ വ്യഭിചാര ചിന്തകൾ വരരുത്, അത് വന്നാൽ അത് നിനക്ക് ദോഷമായിരിക്കും, അത് അല്ലെങ്കിൽ നീ പാപം ചെയ്യുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നു. അവനെയാണ് കർത്താവ് ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്കറിയാം പാറമേൽ അടിസ്ഥാനം ഇടുക എന്ന് പറയുന്നത് ഇച്ചിരി കഷ്ടമാണ്, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാൽ തൊട്ടടുത്ത വാക്യത്തിൽ മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 26, 26-ാമത്തെ വാക്യം, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. അതിൻ്റെ വീഴ്ചകൾ വലുതായിരുന്നു. കാരണം നമുക്ക് മനസ്സിലാകാം, വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ജീവിതത്തിലെ പല ടെസ്റ്റുകൾ വരുമ്പോഴാണ് ഈ കുടുംബം നിൽക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഈ വ്യക്തി നിൽക്കുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ബുദ്ധി ഉപദേശിച്ച് തരികയാണ്, കർത്താവിൻ്റെ വചനം കേട്ട് അനുസരിക്കുക എന്നുള്ളത്. അത് വളരെ ഭയത്തോടും വളരെ സീരിയസോടും കൂടെ. അപ്പം ദൈവവചനത്തോടെ പലരുടെയും സംബന്ധിച്ച് ഞാൻ ദുഃഖത്തോടു കൂടെ പറയട്ടെ, ഈ ആഴ്ച ക്ലോസ് ചെയ്ത ബൈബിൾ പിന്നെ തുറക്കുന്നത് അടുത്ത ആഴ്ചയായിരിക്കും. അപ്പം അത് ഒരു ലെവൽ. അടുത്തൊരു ലെവൽ ഞാൻ പറയാം, പലരും ബൈബിൾ വായിക്കുന്നത് ഒരു ചടങ്ങ് പോലെയാണ്. ഇത് വായിച്ചാൽ എന്തെങ്കിലും കാര്യങ്ങൾ കർത്താവ് എന്നോട് സംസാരിക്കുമെന്നുള്ള താല്പര്യത്തോടുകൂടിയല്ല, ഇത് വായിക്കണമല്ലോ, അതുകൊണ്ട് ഒരു ഭാഗം വായിച്ചു അടച്ചു പോകുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ എന്തോ കാര്യങ്ങൾ നേർച്ച അർപ്പിക്കുന്നത് പോലെ ചെയ്യുക. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട കർത്താവ് എന്നോട് സംസാരിക്കും, അവൻ എന്നോട് എന്താ പറയാനുള്ളത് എന്ന് കേൾക്കുവാൻ മനസ്സോടുകൂടെ അത് വായിക്കുകയും കർത്താവിൽ നിന്ന് കേൾക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യനെയാണ് കർത്താവ് ബുദ്ധിമാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബജീവിതം നമ്മൾ പണിയുകയാണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതം നമ്മൾ പണിയുന്നു, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം പണിയുന്നു ഒക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ അവിടെയൊക്കെയും ബുദ്ധിമാനാകണമെങ്കിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, നമ്മൾ ഈ നിലയിൽ വ്യക്തമായി ദൈവസഭ നമ്മൾ പണിയുമ്പോഴും ഒക്കെ കർത്താവിൻ്റെ വചനം എന്നുള്ളൊരു കാര്യത്തിലാണ് നമ്മൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കേണ്ടത്. അത് നമ്മളുടെ ജീവിതത്തിലെ അടിസ്ഥാനമാണ്. പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് പോലെ രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാമോ അത്രേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അറിയത്തുള്ളൂ. എന്താ കാരണം? നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ടില്ല, ആഗ്രഹത്തോടെ ചെന്നിട്ടില്ല. എന്നാൽ നമ്മൾ വെറുതെ ഒരു കൊച്ചു കുട്ടിയെ പോലെ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും വളരുകയില്ല, ആത്മീയ ജീവിതത്തിൽ വളരുകയില്ല. അപ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ച് ബുദ്ധിമാനാകുവാനായിട്ട് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ഇസ്രായേൽ മക്കളെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവരുടെ ജീവിതത്തിൽ ദൈവം അവർക്ക് പണിത് പഠിച്ച ആലയം എന്ന് പറയുന്നത്. സോളമൻ പണിത ഏറ്റവും മനോഹരമായ ഒരു ആലയമായിരുന്നു സോളമൻ അവർക്ക് വേണ്ടി പണിതത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിൻ്റെ ഡിസൈനൊക്കെ ദൈവം തന്നെയാണ് ദാവീദിന് കാണിച്ചു കൊടുത്തത്. എന്നാൽ ദാവീദിനെ കൊണ്ട് പണിയിച്ചില്ല. ആരെ കൊണ്ടാണിത് പണിയിച്ചത്? മകനായ സോളമനെ കൊണ്ടാണ് പണിയിച്ചത്. വളരെ മനോഹരമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ യെരൂശലേം ദേവാലയം സോളമൻ പണിതത്. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തെ വിട്ടുപോയി എന്ന് പറയും.
അവർക്ക് ദൈവം ഒരു ചടങ്ങായി. പക്ഷേ യാഗങ്ങളൊന്നും നിർത്തലാക്കിയില്ല. അവർ ശബത്ത് നാളിൽ കൂടി വരുന്നതിനകത്തോ ആരാധിക്കുന്നതിനോ ഒന്നും നിർത്തലാക്കിയിട്ടില്ല. ഫോർ ദം ഇറ്റ് വാസ് എല്ലാം ഒരു ചടങ്ങായിരുന്നു. വരുന്നതൊരു ചടങ്ങ്, ബൈബിൾ വായിക്കുന്നതൊരു ചടങ്ങ്, പ്രാർത്ഥിക്കുന്നതൊരു ചടങ്ങ്, ദൈവത്തിൻ്റെ അടുക്ക വരുന്നതൊരു ചടങ്ങ്, യാഗം കഴിക്കുന്നതൊരു ചടങ്ങ്, എല്ലാം ഒരു ചടങ്ങായി. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, വാഗ്ദത്ത പുത്രന്മാരല്ലേ? കാരണം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തതാണ്, അല്ലെങ്കിൽ ദാവീദിന് വാഗ്ദത്തം കൊടുത്തതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ തന്നെ ഉണ്ടായിരിക്കും, അതൊരിക്കലും നഷ്ടപ്പെടുകയില്ല എന്ന് ചിന്തിച്ച ഒരു ജനത്തോട് പല ആവർത്തി പ്രവാചകന്മാർ പിന്നെയും നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ എന്തിനാണ് ദൈവം ആക്കിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ സഭയെ പണിയാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ആക്കിയിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഈ പറഞ്ഞ കോയിൻ മേളോട്ടിട്ട് താഴോട്ട് വരുമ്പം എന്തൊക്കെ പറയുന്നു അതൊക്കെ പറയുന്ന ഒരു രീതി അല്ല പ്രവാചകന്മാരെക്കുറിച്ച്. ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന ദൗത്യം അവരെക്കുറിച്ച് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ ആലയം പണിയുക എന്നുള്ളത്. പ്രവാചകന്മാരെ കൊണ്ട്, യെശയ്യാവിനെ കൊണ്ട്, യെരമ്യാവിനെ കൊണ്ടൊക്കെയും ഇവരോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ കേട്ടില്ല. അവർ കേട്ടില്ല. അവർ കേൾക്കാഞ്ഞപ്പോഴെല്ലാം അവരുടെ മനസ്സിലുണ്ടായിരുന്നു, ആലയം ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ, യഹോവയുടെ ആലയം ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ, അതുകൊണ്ട് യഹോവ ഞങ്ങളെ ഒരിക്കലും നശിപ്പിക്കില്ല എന്നൊരു ചിന്ത. ഞങ്ങൾ വാഗ്ദത്ത പുത്രന്മാരല്ലേ, അതുകൊണ്ട് എപ്പോഴും യഹോവ ഞങ്ങളെ ആദരിക്കും എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ ആരോടും മുഖപക്ഷമില്ലാത്തൊരു ദൈവമാണ്. ആരും അവൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടെന്ന് പറയാനായിട്ട് കഴിയത്തില്ല. എല്ലാവരോടും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ ആ ദൈവം എന്ത് ചെയ്തു? താൻ നെബൂഖദ്നേസറിനെ അയച്ച് ഈ യെരൂശലേം ദേവാലയം ഇടിച്ചു കളഞ്ഞു. 2 രാജാക്കന്മാരുടെ പുസ്തകം നമുക്കൊന്ന് വായിക്കാം. 2 രാജാക്കന്മാർ 25-9 വാക്യം. 2 Kings chapter 25 verse 9 വായിച്ചാൽ. അവൻ യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ടുകളഞ്ഞു. യെരൂശലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളൊക്കെയും അവൻ തീ വെച്ച് ചുട്ടുകളഞ്ഞു. നിങ്ങൾ മനസ്സിലായിക്കണം. ഞാൻ പറഞ്ഞല്ലോ, എന്താണ് ബുദ്ധിയുള്ള ദൈവസന്നിധിയിലേക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധി ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ, when the really the anger of the Lord is going to hit at you, it will not stand. ദൈവത്തിൻ്റെ കോപം ഈ ഒരു വിഷയത്തിൽ ഇവരോട് ഇടപെട്ടപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒന്നുകൂടെ വായിച്ചാടാ വാക്യം 25, ഒന്നുകൂടെ വായിച്ചാൽ 9 വാക്യം. അവൻ യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ടുകളഞ്ഞു. യെരൂശലേമിലെ യഹോവയുടെ ആലയം യഹോവ ചുട്ടുകളയോ? നിങ്ങൾ അങ്ങനെ ഒരു ദൈവത്തെ കണ്ടിട്ടുണ്ടോ? യഹോവയുടെ ആലയം യഹോവ ചുട്ടുകളയോ? ദൈവം ഒരു മനുഷ്യനെയും ആദരിക്കില്ല. ദൈവത്തെ ആദരിക്കാത്തൊരു വ്യക്തിയെയും ദൈവം ആദരിക്കില്ല. മനസ്സിലായിക്കോണം. ആ യഹോവയുടെ ആലയം യഹോവ പണി കഴിപ്പിക്കാനും അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ കാണുമെന്നും നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുമെന്നും ഒക്കെ ശലോമോനോട് വാഗ്ദത്തം ചെയ്ത ആ ഒരിടത്ത് ദൈവം നശിപ്പിക്കുവാനിടയായി തീർന്നു. ജനത്തെ പ്രവാസത്തിലേക്ക് പറഞ്ഞു വിടുവാനിടയായി തീർന്നു. അപ്പം മനസ്സിലാക്കണം, കാറ്റടിക്കും, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ യഹോവയെ ആദരിക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവവും ആദരിച്ചില്ല എന്ന് നമ്മൾ കാണുന്നു. എന്നാൽ കരുണയുള്ള ദൈവം അന്നേ പ്രവാചകനിലൂടെ വാഗ്ദത്തം ചെയ്തു പറഞ്ഞു, 70 വർഷക്കാലമായിരിക്കും നിങ്ങളുടെ പ്രവാസകാലം. യെരമ്യാ പ്രവാചകനിലൂടെ പ്രവചിച്ച് പറഞ്ഞത് 70 വർഷക്കാലമായിരിക്കും നിങ്ങളുടെ പ്രവാസകാലക്കാലം. അത് കഴിഞ്ഞാണ് ദാനിയേലിൻ്റെ ദാനിയേലൊക്കെ ദൈവസന്നിധി ചെന്ന് പ്രാർത്ഥിക്കുന്ന, കർത്താവേ 70 വർഷമായി, കർത്താവ് ഞങ്ങൾക്ക് മടങ്ങിപ്പോകാനുള്ള കാലമായില്ലേ, തൻ്റെ ജനത്തിന് മടങ്ങിപ്പോകാനുള്ള കാലമായില്ലേ എന്ന് പറഞ്ഞ് യഹോവയുടെ പ്രവാചകന്മാർ യഹോവയെ ഓർപ്പിക്കുന്നതായിട്ടുള്ളൊരു കാര്യം. ശരി, യെസ്, ദറ്റ്സ് എ ടൈം. ദൈവം ഒരു ജാതീയ രാജാവിനെ എഴുന്നേൽക്കുകയും അവർക്ക് മടങ്ങി വരുവാനായിട്ട് ദൈവം അവസരം കൊടുക്കുക. 70 വർഷക്കാലം ദൈവത്തിൻ്റെ കണക്കുകൾക്കൊന്നും തെറ്റുന്നില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവും, ദയവ് ചെയ്ത് നിങ്ങളാരും ദൈവത്തെ കണക്ക് പഠിപ്പിക്കാനായിട്ട് പോകരുത്. ഹീ നോസ് വെരി വെൽ മാത്തമാറ്റിക്സ്. 70 വർഷക്കാലം ശബത്ത് നാള് നിങ്ങൾ ആചരിക്കണമെന്ന് പറഞ്ഞ്, ശബത്തിന് ആചരിക്കണമെന്ന് പറഞ്ഞ് ഒക്കെയും ഇരുന്ന സമയത്ത് അവർ ആദരിച്ചില്ല. ആ നേരം കൂടെ അവർ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് ആ നിലത്തിന് ശബത്ത് അനുഭവം ഉണ്ടാകേണ്ടതിന് 70 വർഷക്കാലം ബാബിലോണിലോട്ട് പറഞ്ഞു വിട്ടു. കണക്കൂട്ടി നോക്കിയാൽ 70 വർഷക്കാലം കർത്താവിനെ കളിപ്പിച്ചതാണ്. ആ കളിപ്പിച്ചത് കർത്താവ് തിരിച്ചങ്ങോട്ട് പണി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കണക്കൊരിക്കലും ദൈവത്തെ പഠിപ്പിക്കാനായിട്ട് നിൽക്കരുത്. ഹീ നോസ് ഇറ്റ് വെരി വെൽ. അങ്ങനെ ആയിരിക്കുന്ന ദൈവത്തിന് 70 വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം ഇവരെ മടക്കി കൊണ്ടുവന്നു.
മടക്കി കൊണ്ടുവന്നു കഴിഞ്ഞ ശേഷം എസ്രായുടെ പുസ്തകത്തിൽ നമ്മളൊരു ഭാഗം വായിക്കാം. എസ്രാ ചാപ്റ്റർ 3 വേഴ്സ് 2. എസ്രാ പുരോഹിതൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ വായിച്ചാട്ടെ. വേഴ്സ് 2. യോസാദാക്കിന്റെ മകനായ യേശുവയും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും ഷെയൽതീയേലിന്റെ മകനായ സെരുബാബേലും അവന്റെ സഹോദരന്മാരും എഴുന്നേറ്റ് ദൈവപുരുഷനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഹോമയാഗങ്ങൾ അർപ്പിക്കേണ്ടതിന് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ യാഗപീഠം പണിതു. പ്രൈസ് ഗോഡ്. ഇപ്പോൾ യെരൂശലേം ദേവാലയം നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ആ ഇടിഞ്ഞു കിടന്ന യെരൂശലേം ദേവാലയത്തിൻ്റെ അടുക്കിലേക്ക് പ്രവാസത്തിൽ നിന്ന് 70 വർഷക്കാലം കഴിഞ്ഞ് മടക്കി കൊണ്ടുവന്ന ജനം ഈ പറഞ്ഞ സെരുബാബേലുമൊക്കെ ചേർന്ന് അവർ എന്ത് ചെയ്യാണ്? അവർ പിന്നെയും യാഗപീഠം പണിയുകയാണ്. അക്കോർഡിംഗ് ടു വാട്ട്? അക്കോർഡിംഗ് ടു യുവർ വിംസ് ആൻഡ് ഫാൻസീസ്? സ്വന്തമായിട്ടുള്ള ഇഷ്ടത്തിലാണോ? അല്ല. മോശയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവർ പിന്നെയും ആ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് മനസ്സ് വെച്ചു. Dear brothers and sisters, repentance is something that when we come back to the book, ദൈവവചനത്തിലേക്ക് നമ്മൾ മടങ്ങി വരുന്നതിനെയാണ് മാനസാന്തരം എന്ന്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുന്നതിനൊന്നുമല്ല മാനസാന്തരം എന്ന് പറയുന്നത്. പിന്നെയും ഞാൻ പറയട്ടെ, ദൈവം ഒരു മനുഷ്യനെയും ആദരിക്കില്ല. ആ നിലയിൽ ദൈവത്തെ ആദരിക്കുന്നവനെ മാത്രമേ ദൈവം ആദരിക്കുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഈ ജനത്തിന് കാര്യം തിരിച്ചറിഞ്ഞു. 70 വർഷക്കാലം പ്രവാസത്തിലായതിനു ശേഷം അവർക്ക് തിരിച്ചറിഞ്ഞു, ഞങ്ങളുടെ ഈ സ്ഥലം വാഗ്ദത്തം ചെയ്തതായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി എല്ലാം തന്നതായിരുന്നു, പക്ഷേ ഇത് ഞങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണ്. അതുകൊണ്ട് അവർ തിരിച്ചു വന്നു. അവർ മടങ്ങി വരവ് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു. അവർ പറഞ്ഞു, ലെറ്റ് us go back to the books and see how it need to be done. എങ്ങനെയാണിത് ചെയ്യേണ്ടത് എന്ന് അവർ നോക്കി അവർ ചെയ്തു. It says they built the altar of the Lord God of Israel to offer burnt offerings on it, as it is written in the law of Moses the man of God. As it is written. കർത്താവ് പറയാണ്, ഞാൻ പറയുന്നത് പോലെ കേൾക്കുക, ചെയ്യുക, കേൾക്കുക, ചെയ്യുക. ദൈവവചനം കേൾക്കണം, അല്ലെങ്കിൽ ദൈവവചനം നമ്മൾ വായിക്കണം, ദൈവവചനം മനസ്സിലാക്കണം, അത് നമ്മൾ ചെയ്യണം. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ. സോ ദെൻ ദേ വാണ്ടഡ് ടു കം ബാക്ക്. തിരിച്ചു വന്നപ്പോൾ അവരാ യാഗപീഠം പണിതപ്പോൾ അതിൻ്റെ മോശയുടെ കൽപ്പന പ്രകാരം അവർ ചെയ്യുവാൻ തുടങ്ങി. ഓരോ യാഗങ്ങളും കഴിക്കണം. താഴോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ ഓരോ ദിവസങ്ങളിലും ഇന്ന യാഗങ്ങൾ കഴിക്കണം. ആ യാഗങ്ങളെല്ലാം ചെയ്യുവാനായിട്ട് ഒരു മനസ്സ് വെച്ചു. പ്രൈസ് ഗോഡ്. മനസ്സോടെ അല്ലല്ലോ മനുഷ്യപുത്രന്മാരെ ദൈവം ദുഃഖിപ്പിക്കുന്നു. മനസ്സോടെ അല്ല. ദൈവം നമ്മളെ അടിക്കുന്നെങ്കിൽ മനസ്സോടെ അല്ല ദൈവം നമ്മളെ ചെയ്യും. ആരും നമ്മുടെ മക്കളെ വെറുതെ അടിക്കുമോ? നമുക്ക് തലയ്ക്ക് സ്ഥിരതയില്ലെങ്കിലേ അവൻ ചെയ്യുള്ളൂ. പക്ഷേ വെറുതെ അടിക്കുകയല്ല, മനസ്സോടെ അല്ല. നമുക്ക് ഒറ്റ കൈക്കേ നമ്മൾ അടിക്കുകയുള്ളൂ. അതുപോലെ മനസ്സോടെ അല്ല നമ്മളെ ദുഃഖിപ്പിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഓരോ കാര്യങ്ങൾ അവർ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി, ഓരോ യാഗങ്ങൾ ചെയ്യുവാനായിട്ടാണ്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നൊരു ഭാഗമുണ്ട്. 6-ാമത്തെ വാക്യം, വേഴ്സ് 6, 6-ാമത്തെ വാക്യം. 7-ാം മാസം 1-ാം തീയതി മുതൽ അവർ യഹോവയ്ക്ക് ഹോമയാഗം കഴിപ്പാൻ തുടങ്ങി. എന്നാൽ യഹോവയുടെ മന്ദിരത്തിന്റെ അടിസ്ഥാനം അതുവരെ ഇട്ടിരുന്നില്ല. യഹോവയുടെ മന്ദിരത്തിന്റെ അടിസ്ഥാനം ഇട്ടിരുന്നില്ല. അപ്പോൾ യാഗപീഠം മാത്രമേ ഉള്ളായിരുന്നു. See, they started doing the sacrifices, but the foundation is not yet built. പിന്നെ ഫൗണ്ടേഷൻ തുടങ്ങണം. അവർ ഫൗണ്ടേഷൻ തുടങ്ങുവാനായിട്ട് മനസ്സ് വെച്ചു. ഫൗണ്ടേഷൻ തുടങ്ങാനായിട്ട് മനസ്സ് വെച്ചാണ് നമ്മൾ താഴോട്ട് നമ്മൾ വായിക്കുന്ന ഭാഗം. അവർ വായിക്കുന്നത് ഇങ്ങനെയാണ്, 9-ാമത്തെ വാക്യം, വേഴ്സ് 9. അങ്ങനെ യേശുവയും അവന്റെ പുത്രന്മാരും സഹോദരന്മാരും കദ്മീയരും അവന്റെ പുത്രന്മാരും ഹോദാവിൻ്റെ പുത്രന്മാരും ഹെനാദാദിന്റെ പുത്രന്മാരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരായ ലേവ്യരും യഹോവയുടെ ആലയത്തിൽ വേല ചെയ്യുന്നവരെ മേൽവിചാരണ ചെയ്യുവാൻ ഒരുമപ്പെട്ടിരുന്നു. അടുത്ത വാക്യം. പണിയുന്നവർ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനം ഇട്ടപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ ചട്ടപ്രകാരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് വിശുദ്ധ വസ്ത്രം ധരിച്ച പുരോഹിതന്മാരെ കാഹളങ്ങളോടും
ആസാഫരായ ലേവ്യരെ കൈത്താളങ്ങളോട് കൂടെ നിർത്തി. അവർ യഹോവയെ അവൻ നല്ലവൻ, ഇസ്രായേലിനോട് അവൻ്റെ ദയ എന്നേക്കും ഉള്ളത് എന്നിങ്ങനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഗാനം ചെയ്തു. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടതുകൊണ്ട് ജനമെല്ലാം അത്യുച്ചത്തിൽ ആർത്തുഘോഷിച്ചു. പ്രൈസ് ഗോഡ്. അവർക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. എന്താ സന്തോഷം ഉണ്ടാകാൻ കാരണം? ഇടിഞ്ഞു കിടന്ന ടെമ്പിളിൻ്റെ അടിസ്ഥാനം അവരിടുക. യാഗപീഠം പണിത ശേഷം അവർ ടെമ്പിളിൻ്റെ അടിസ്ഥാനം ഇടുക. ഈ ടെമ്പിളിൻ്റെ അടിസ്ഥാനം ഇട്ട് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു വിശുദ്ധിയോടുകൂടിയാണ് കാര്യങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അവർക്ക് മനസ്സിലായി ഈ ദൈവത്തോട് അടുത്ത് വരുന്നത് വിശുദ്ധിയോടുകൂടെ അടുത്ത് വരണം. ഈ വിശുദ്ധിയോടുകൂടെ അടുത്ത് വരുന്നപ്പോൾ അവർ ദൈവത്തെ മഹത്വീകരിക്കുവാനായിട്ട് ലേവ്യരെല്ലാം നിന്ന് ദാവീദ് പറഞ്ഞു കൊടുത്തതുപോലെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി തുടങ്ങി. അവിടെ പറഞ്ഞിരിക്കുന്നു, ഫോർ ഹീസ് ഗുഡ് ഹിസ് മേഴ്സി എൻഡ്യൂറത്ത് ഫോർ എവർ ടുവേർഡ്സ് ഇസ്രായേൽ എന്ന് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്. അങ്ങനെ അടിസ്ഥാനമിട്ടത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. പക്ഷേ ഈ സന്തോഷം ഉണ്ടായപ്പോൾ രണ്ട് തരത്തിലുള്ള ഒരു റെസ്പോൺസാണ് അവിടെ ഉണ്ടായിരുന്നവർക്കുണ്ടായത്. അടുത്ത വാക്യം വായിച്ചാൽ, അടുത്ത വാക്യം വേഴ്സ് 12. എന്നാൽ പുരോഹിതന്മാരിലും ലേവ്യരിലും പൃഥുഭവന തലവന്മാരിലും മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാരായ അനേകർ ഈ ആലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ട് കണ്ടപ്പോൾ ഉറക്കെ കരഞ്ഞുപോയി. മറ്റു പലരും സന്തോഷത്തോടെ ഉച്ചത്തിൽ ആർത്തു. എന്താ ഒരു ഉറക്കെ കരയാൻ കാര്യം? പണ്ടത്തെ ആലയം കണ്ടവർ ഉറക്കെ കരഞ്ഞു. ആദ്യമായിട്ട് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ സന്തോഷിച്ചു. രണ്ട് എക്സ്പ്രഷനാണ് ആ സന്തോഷത്തിൻ്റെ ദിവസം. രണ്ട് എക്സ്പ്രഷനാണ്. ആദ്യത്തെ ആലയം കണ്ടവരെ സംബന്ധിച്ചിടത്തോളം അവർ കരഞ്ഞു. എന്താ കരയാൻ കാര്യം എന്നറിയാമോ? ആദ്യത്തിൻ്റെ ആലയത്തിൻ്റെ ഒരു കോണി പോലും എത്തുന്നില്ല. ഇത് എത്രയോ മനോഹരമായി പണിതൊരു ആലയമായിരുന്നു ശലോമോൻ ഉണ്ടായിരുന്നത്. എന്നാൽ പ്രവാസത്തിൽ നിന്ന് ഇവർ മടങ്ങി വന്നു. ഇവർക്ക് അന്നുണ്ടായിരുന്നത് പോലെ പ്രതാപങ്ങളൊന്നുമില്ല. അവർ ദൈവസന്നിധി പണിത് കണ്ടപ്പോൾ പഴയ ആലയം കണ്ട അവരെല്ലാം കരയാൻ തുടങ്ങി. കർത്താവേ, ഞങ്ങളുടെ അവിശ്വസ്തതയല്ലേ, ഞങ്ങൾ ദൈവത്തോട് മുഖം തിരിച്ചത് കൊണ്ടല്ലേ ഈ ഒരവസ്ഥ ഞങ്ങൾക്ക് വന്നേ? എന്നാൽ ദൈവത്തെ മുറുകെ പിടിച്ചിരുന്നുവെങ്കിൽ ഈ അവസ്ഥ ഞങ്ങൾക്ക് വരുമായിരുന്നുവോ? ഈ ആലയത്തിൻ്റെ അടിസ്ഥാനം രണ്ടാമതിടേണ്ട ഒരാവശ്യം വരുമായിരുന്നുവോ? പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ദൈവം പല സമയത്ത് നമ്മളെ കണ്ടിട്ടുണ്ട്. പല സമയത്ത് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്, നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്, വേണ്ടതൊക്കെ തന്നിട്ടുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വചനം പുറംതിരിഞ്ഞ് നടക്കുന്ന എളുപ്പപ്പണി, അതാണ് ഈ മണലിൽ മേലുള്ള പണി എന്ന് പറഞ്ഞ എളുപ്പപ്പണി. പെട്ടെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുമ്പോൾ എല്ലാം മനോഹരമായിരിക്കുന്നു. എക്സ്റ്റേണലി ലുക്സ് എവറിത്തിങ് ഗുഡ്, ബട്ട് ദർ ഈസ് നോ ഡീപ്പ് റൂട്ട് റിപ്പൻറ്റൻസ്. ആഴത്തിലുള്ളൊരു മനസ്സാന്തരമില്ല. പ്രിയ സഹോദരങ്ങളെ, അധികം നാളത് നിൽക്കില്ല. വലിയ കാറ്റടിക്കുമ്പോൾ അത് താഴെ വീഴും. എന്നാൽ അങ്ങനെ അവിശ്വസ്തത കാണിച്ച ജനത്തോട് പിന്നെയും ദൈവം കരുണയുള്ളതാണ്. അതുകൊണ്ടാണ് അവർ പാടുന്നത്, ഫോർ ഹീ ഈസ് ഗുഡ്, ഫോർ ഹിസ് മേഴ്സി എൻഡ്യൂറസ് ടുവേർഡ്സ് ഇസ്രായേൽ. അവൻ്റെ കരുണ ഇസ്രായേലിനോട് പിന്നെയും വലുതാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മളോട് ദൈവത്തിൻ്റെ കരുണ വലുതാണ്. പിന്നെയും നമ്മളോട് കരുണ കാണിക്കുകയാണ്. അതുകൊണ്ട് പിന്നെയും അവർക്ക് അവസരം കൊടുത്തു. ആൻഡ് ദേ ബിൽറ്റ് ദ പ്ലേസ്. അങ്ങനെ ഈ അടിസ്ഥാനമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എന്നാണെന്നറിയോ, പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ നാച്ചുറലി യഹോവയുടെ ആലയം പണിയുമ്പോൾ, ദൈവത്തിൻ്റെ സഭ പണിയുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. കാരണം പിശാച് പ്രശ്നങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉണ്ടാവും. അത് നാച്ചുറലായിട്ടൊരു കാര്യമാണ്. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടേ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഒന്നാമതായി നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഓരോ വ്യക്തി ജീവിതങ്ങളും നിങ്ങൾ ദൈവസഭയുടെ ഭാഗമാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങൾ ദൈവസഭയുടെ ഭാഗമാണെങ്കിൽ നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അങ്ങനെ നിങ്ങൾ ദൈവസഭ പണിയാനായിട്ട് നിങ്ങൾ മനസ്സ് വെക്കുമ്പോൾ നാച്ചുറലി ദർ വിൽ ബി പ്രോബ്ലംസ്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പണിത് അങ്ങോട്ട് തുടങ്ങുമ്പോൾ ചിന്തിക്കരുത്, അയ്യോ ബാബിലോണിലായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരിക്കലും ചിന്തിക്കരുത്. അവിടെ അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് ചിന്തിക്കരുത്. യഹോവയുടെ ആലയം പണിയാനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്.
ദൈവസഭ പണിയാനായിട്ട് നിങ്ങളെ വിളിച്ചിരിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നവർ അവരടിസ്ഥാനങ്ങളിട്ടു. അടിസ്ഥാനം കണ്ട് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് പ്രശ്നമൊക്കെ വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, നമുക്ക് നമ്മുടെ വീട് പണിയാം. നമുക്ക് നമ്മുടെ വീട് പണിയാം. ആഗായി പ്രവചൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ആഗായി ചാപ്റ്റർ 1:2 വായിച്ചാട്ട്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയുടെ ആലയം പണിയുവാനുള്ള കാലം വന്നിട്ടില്ലെന്ന് ഈ ജനം പറയുന്നുവല്ലോ. ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ. മനസ്സിലായോ? ആലയത്തിൻ്റെ അടിസ്ഥാനമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ജനം ഇച്ചിരി പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഈ ആലയം പണിയൊക്കെ മറന്നു. ഇപ്പോൾ അവനവൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ് താല്പര്യം. ഞാൻ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ ലിസ്റ്റുകളൊക്കെ ഞാൻ പിന്നെയും ഞാൻ നിങ്ങളെ ഓർപ്പിക്കാറുള്ളൊരു കാര്യമുണ്ട്. റിമെമ്പർ നോട്ട് ഓൺലി ദ എർത്തലി തിങ്സ്. എർത്തലി തിങ്സ് നമുക്ക് വേണ്ടെന്നല്ല, വേണം, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണം. പക്ഷേ ഫസ്റ്റ് ദ ഹെവൻലി തിങ്സ്. ഉയരത്തിലേക്കുള്ളത് ചിന്തിക്കുവാൻ അപ്പോസ്തലന്മാർ നമ്മളെപ്പോഴും ഉത്സാഹിപ്പിച്ചു. അവരോട് പറഞ്ഞിരിക്കുന്നു, അവർ പറഞ്ഞു, അവർക്ക് തട്ടിട്ട വീടുകളിൽ പാർക്കുവാൻ കാലമായോ എന്ന് പ്രവാചകൻ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രവാചകന്മാർ പല സമയത്തും ദൈവത്തിൻ്റെ ആലയം പണിയുവാനായിട്ട് ഉത്സാഹിപ്പിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണ്. അതാണ് പ്രവചനം എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് വേണ്ട പ്രവചനം ഇതൊന്നുമല്ല. പക്ഷേ ഇവിടെ പറയുകയാണ്, പ്രിയ സഹോദര സഹോദരി, നീ ഇപ്പോൾ മനസ്സ് വച്ചിരിക്കുന്നത് നിൻ്റെ വ്യക്തിപരമായ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമാണ്. വേർ ഈസ് യുവർ കൺസേൺ ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്? ദൈവരാജ്യത്തെക്കുറിച്ച് നിൻ്റെ കൺസേൺ എവിടെ എന്നുള്ളൊരു ചോദ്യം അവരോട് ചോദിക്കുകയാണ്. ഇതൊന്നും ആർക്കും അത്ര ഇഷ്ടപ്പെടുന്നൊരു ചോദ്യങ്ങളല്ല. കാരണം ഏറ്റവും നമുക്ക് വേണ്ടത്, മോനെ നീ പോകുന്ന ജോലി നീ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ പാത്രം അനുഗ്രഹിക്കപ്പെടും, നീ ചെയ്യുന്ന എല്ലാ കാര്യവും അനുഗ്രഹിക്കപ്പെടും. എങ്ങനെയുള്ള പ്രവചനമാണ് പലപ്പോഴും നമുക്ക് താല്പര്യം. പക്ഷേ ഈ പ്രവാചകൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. Thus speaks the Lord of hosts, saying, the people says, the time has not come, the time that the Lord's house should be built. Then the word of the Lord came by Haggai the prophet, saying, is it time for you yourself to dwell in your paneled houses and in the temple to lie in ruins? Now therefore thus says the Lord, consider your ways. നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ. നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തീയ കൂട്ടം, when we think comfort is the equation of blessing എന്ന് നമ്മുടെ മനസ്സിൽ ചിന്ത വരുമ്പോൾ ഓർക്കണം, അത് ദൈവ വഴി അല്ല എന്ന് തിരിച്ചറിയണം. ദൈവ വഴി അല്ല നമ്മൾ തിരിച്ചറിയണം. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നൊരു ഭാഗമാണ്, കൺസിഡർ യുവർ വേസ്. നിങ്ങളുടെ വഴികളെ വിചാരിച്ച് നോക്കി. എന്താ ഇവർ തെറ്റ് ചെയ്തേ? ഇവരണ്ട് മോഷ്ടിച്ചോ? ഇല്ല. ഇവർ മോഷ്ടിച്ചോ? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ചെയ്തില്ല. അവർ വ്യഭിചാരം ചെയ്തോ? ഇല്ല. അവരെന്താണ് ചെയ്തത്? സ്വന്തമായ വീടുണ്ടാക്കി. ഇത്രേ ഉള്ളൂ. 4-ാമത്തെ വാക്യം, വേഴ്സ് 4. 4-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച്. ഈ ആലയം ശൂന്യമായിരിക്കെ വായിച്ചോ. ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ. ഈ ആലയം ശൂന്യമായിരിക്കെ. യഹോവയുടെ ആലയത്തെക്കുറിച്ച് കൺസേൺ ഒന്നുമില്ല. എൻ്റെ ആലയത്തെക്കുറിച്ച് മാത്രമല്ല, എൻ്റെ സ്വന്തം ഭവനത്തെക്കുറിച്ച് മാത്രമേ എനിക്ക് കൺസേൺ ഉള്ളൂ. അതിനെക്കുറിച്ച് കൺസേൺ ആകരുത് എന്ന് പറഞ്ഞില്ല. എൻ്റെ ആലയം ശൂന്യമായിരിക്കെ നീ ഈ കാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടുത്തെ കൺസേൺ ഉണ്ട്. അതുകൊണ്ട് ദൈവം ചെയ്തൊരു കാര്യം വായിക്കാം. അടുത്ത വാക്യം, നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ, നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല, പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല, കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടോ? സമ്പാദിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ സമ്പാദിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണസഞ്ചിക്കകത്ത് താഴെ ഒരു ഓട്ട ഇട്ട് വെച്ചിരുന്നാൽ, you keep on doing lot of work, lot of money, but putting it in the basket, there is a hole in that bottom. അതിൻ്റെ അടിയിൽ ഒരു കിടുത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ പൊക്കോണ്ടിരിക്കുക. And you are working. The Lord is saying, ഞാൻ ഇത് കാര്യം എന്നറിയോ, you have sown much and brings in little. You eat and you don't have enough. Why? കുഞ്ഞിന് ആരോഗ്യമില്ലാത്ത എന്താ കാരണം?
We don't know, right? We keep on going here, there. But what he says, verse 7, ഏഴാമത്തെ വാക്യം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി കേൾക്കുക. When was the last time you were crying before God, Lord, things are not going right in my life? എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നില്ല, എൻ്റെ കുടുംബത്തിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നില്ല, എൻ്റെ സഭയിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നില്ല, എൻ്റെ രാജ്യത്ത് കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നില്ല. കർത്താവേ, എപ്പോഴാണ് ലാസ്റ്റ് നിങ്ങൾ കരഞ്ഞത്? Or is I don't care? And the Lord says, consider your ways. നിങ്ങളുടെ വഴികളെ വിചാരിച്ച് നോക്കുവിൻ. You are only worried about your personal life. And verse 8, എട്ടാമത്തെ വാക്യം, go up to the mountain. Yeah, can you read verse 8, എട്ടാമത്തെ വാക്യം? Go up to the mountains and bring wood and build the temple, that I may take pleasure in it and be glorified, says the Lord. Verse 9. You looked for much, but indeed it came to little, and when you brought it home, I blew it away. Why, says the Lord of the hosts? Because of my house that is in ruins, while every one of you runs to his own house. Yeah, verse 9, ഒമ്പതാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരുന്നു. അധികം കിട്ടുമെന്ന് നിങ്ങൾ കാത്തിരുന്നു. നിങ്ങൾ അധികം സമ്പാദിച്ചുകൊണ്ട് വന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? എന്നാൽ അത് അല്പമായി തീർന്നു. നിങ്ങൾ അത് വീട്ടിൽ കൊണ്ടുവന്നു, ഞാനോ അത് ഊതിക്കളഞ്ഞു. ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരാ, പക്ഷേ ഞാനോ അതിനെ ഊതിക്കളഞ്ഞു. ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ദൈവം വചനം പറഞ്ഞിരിക്കുക, ഞാനോ അതിനെ ഊതിക്കളഞ്ഞു. എന്താ കാരണം? എൻ്റെ ആലയമോ ശൂന്യമായിരിക്കും. എൻ്റെ ആലയമോ ശൂന്യമായിരിക്കും. വായിച്ചാട്ട്. അതെന്തുകൊണ്ട് എൻ്റെ ആലയം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ വീട്ടിലേക്ക് ഓടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു. അടുത്ത വാക്യം, verse 10. അതുകൊണ്ട് നിങ്ങൾ നിമിത്തം ആകാശം മഞ്ഞു പെയ്യാതെ അടഞ്ഞിരിക്കുന്നു. ആകാശത്തൊന്നും മഞ്ഞൊന്നും പെയ്യുന്നില്ല. കൃഷി ചെയ്യുക, പക്ഷെ നനവില്ല. കൃഷി ചെയ്യുന്നുണ്ട്, ഒത്തിരി വർക്ക് ചെയ്യുന്നുണ്ട്, ഒത്തിരി ഓവർ ടൈം ചെയ്യുന്നുണ്ട്, പക്ഷെ എങ്ങും എത്തുന്നില്ല. വായിച്ചാട്ടെ. ഭൂമി അനുഭവം തരുന്നതുമില്ല. ഞാൻ ദേശത്തിന്മേലും മലകൾമേലും ധാന്യത്തിന്മേലും വീഞ്ഞിന്മേലും എണ്ണയിന്മേലും നിലത്തെ വിളവിന്മേലും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും കൈകളുടെ സകല പ്രയത്നത്തിന്മേലും വറുതിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. I want a drought on it, on all your efforts. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ജോലിയിലായിക്കോട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ, നമ്മുടെ കുടുംബ ജീവിതത്തിലാകട്ടെ, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അതിൻ്റെ മേലുണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ വെറുതെ കിടന്ന് അധ്വാനിക്കാം. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് സമ്പാദിക്കുന്നൊക്കെയാണ്, പക്ഷേ ആകത്തൊക്കെ നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. നിങ്ങൾ ബുദ്ധിയുള്ളവരാണോ അതോ എന്താണെന്നുള്ളത് നമുക്ക് തന്നെ ചിന്തിക്കാം. കർത്താവേ, അല്പമേ ഉള്ളൂ എങ്കിലും ബുദ്ധിമാനായി കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ പറഞ്ഞിരിക്കുന്നു, കൺസിഡർ യുവർ വേസ്. നിങ്ങളുടെ വഴികളെ വിചാരിച്ച് നോക്കാം. പ്രൈസ് ഗോഡ്. നമ്മൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള മാനസാന്തരം, ആഴത്തിലുള്ള മാനസാന്തരം ദൈവം നമ്മുടെ ഹൃദയങ്ങളോട് ചോദിക്കുക. അതുകൊണ്ട് അദ്ദേഹം പ്രവാചകൻ പിന്നെയും പറയുകയാണ് 2-ാം അധ്യായത്തിൽ, ചാപ്റ്റർ 2, വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി കാര്യങ്ങളൊക്കെ. verse 15, 15-ാമത്തെ വാക്യം, verse 15. ആകയാൽ നിങ്ങൾ ഇന്നു തൊട്ട് പിന്നോക്കം യഹോവയുടെ മന്ദിരത്തിങ്കൽ കല്ലിന്മേൽ കല്ലു വെച്ചതിനു മുമ്പുള്ള കാലം വിചാരിച്ചുകൊള്ളുവീൻ. ആ കാലത്ത് ഒരുത്തൻ 20 പറയുള്ള കൂമ്പാരത്തിലേക്ക് ചെല്ലുമ്പോൾ 10 മാത്രമേ കാണുകയുള്ളൂ. ഒരുത്തൻ 50 പാത്രം കോരുവാൻ ചക്കലയിൽ ചെല്ലുമ്പോൾ 20 മാത്രമേ കാണുകയുള്ളൂ. വെൺകതിരും വിഷമഞ്ഞും കൽമഴയും കൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ കൈകളുടെ സകല പ്രവൃത്തികൾ മേലും ദണ്ഡിപ്പിച്ചു. എങ്കിലും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ഇന്നു തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വെക്കുവിൻ. 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിൽ നിന്ന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിന്മേൽ തന്നെ ദൃഷ്ടി വെക്കുവിൻ. അടുത്ത വാക്യം. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ,
മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. Praise God. From today onwards I'll bless you. എന്താ കാരണം? You started building the house. You set your mind for building the house. യഹോവയുടെ ആലയം പണിയാൻ വേണ്ടി മനസ്സ് വെക്കുന്ന ഒരു ഹൃദയം, യഹോവയുടെ വഴിയിൽ മനസ്സ് വെക്കുന്ന നാളിൽ the Lord says, I will bless you. ദൈവം തന്നെ എതിരായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ നമ്മൾ പല സമയത്തും നമ്മളുടെ ജീവിതത്തിൽ കാണാറുണ്ട്. അപ്പോഴെങ്കിലും നമുക്ക് മനസ്സിലാകണം who is standing against us. Praise God. പല സമയങ്ങളും നിങ്ങൾ കണ്ടു കാണും, ബിലയാമിൻ്റെ അടുക്കൽ എതിരായിട്ട് നിന്ന ദൂതനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ശൗലാകുന്ന സമയത്ത് ശൗല് ദമസ്കോസിൻ്റെ പടിവാതിക്കൽ ദൂതനായിട്ട് നിൽക്കുന്ന കണ്ടിട്ടുണ്ട് അല്ലേ? ഈ സാഹചര്യങ്ങളൊക്കെ ആ ദൈവത്തിൻ്റെ കരമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തിനാണ് ദൈവം ഇങ്ങനെയൊക്കെ നമ്മളോട് ചെയ്യുന്നത്? എന്തിനാണ് ദൈവം ഇതുപോലെ വഴികളൊക്കെ അടച്ച് മുള്ളുകൊണ്ട് കൊണ്ട് അടച്ച് എന്തിനാണ് ദൈവം ചെയ്യുന്നത്? ബിക്കോസ് ഹി ലവ്സ് us. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മൾ ആദ്യം പാടിയ പാട്ട് പോലെ ദൈവത്തിൻ്റെ സ്നേഹം അത്ര വലുതാണ്. അതുകൊണ്ടാണ് പിന്നെയും ചില ബുദ്ധിമുട്ടുകൾ, ചില വഴികളൊക്കെ അടച്ച് ചില കാര്യങ്ങളൊക്കെ ദൈവം ചെയ്ത് പല സമയത്തും നോക്ക്, പലയിടത്തും പലർഞ്ഞ് ചില സാഹചര്യങ്ങൾ കർത്താവ് യേശുവിനോടൊക്കെ സംസാരിക്കുന്ന പല സാഹചര്യങ്ങളിലും കർത്താവ് പറഞ്ഞ് നിന്നെ അടിച്ചിട്ടെന്ത്, നിങ്ങൾ നന്നാവില്ല എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിലൂടെ നമ്മൾ ഒരിക്കലും പോകരുത്. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മുടെ ഹൃദയങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സ് വെക്കോ, കർത്താവെ എന്നെ നീ വിളിച്ചിരിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ബുദ്ധിമാനായിരിക്കണം, എൻ്റെ സഭയുടെ ജീവിതത്തിൽ കർത്താവ് ഞാൻ ബുദ്ധിമാനായിരിക്കണം, എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഞാൻ പണിയുന്നവനായി തീരണം. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പ്ലാൻ നശിപ്പിക്കാനല്ല. ഇവൻ അവരെ പറഞ്ഞു വിടുന്ന സമയത്തും അവരോട് പറഞ്ഞ് നിങ്ങൾ 70 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളെ മടക്കിക്കൊണ്ടുവരും. അന്നേരവും യെരമ്യാ പ്രവാചകനോട് പറഞ്ഞു, ഐ ഹാവ് എ പ്ലാൻ ഫോർ യുവർ ഗുഡ്. നിങ്ങൾക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ മുഖത്തോട് നോക്കി പറയാം, കർത്താവെ സഹായിക്കണം. ഐ റിയലി വോണ്ട് ടു ടേക്ക് കെയർ ഓഫ് ഗോഡ്സ് വേർഡ് ഇൻ മൈ ലൈഫ്. പുറമോടിയല്ല നമുക്ക് വേണ്ടത്. മണലിന്മേൽ പണിത വീട് വളരെ എളുപ്പമാണ്. അത് ആഴത്തിൽ കുഴിച്ചിട്ടില്ല, അതിന് വേദനയൊന്നും ഉണ്ടായിട്ടില്ല, വേഗത്തിൽ കാര്യങ്ങൾ തീർന്നു, മനോഹരമാണ്, എളുപ്പം ആക്സസ് ഉണ്ട്, ശരിയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് ഒരു പക്ഷെങ്കിൽ ബുദ്ധിമുട്ടാണ്, ആഴത്തിൽ കുഴിക്കണം, കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്. അതാണ് നമുക്ക് വേണ്ടത്. ദാറ്റ്സ് വെയർ വി ഹാവ് ടു പുട്ട് അവർ ഹാർട്ട് ഇൻ. കർത്താവിൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ കർത്താവ് ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണം, കർത്താവിൻ്റെ വഴിയിൽ നടക്കുവാൻ. ഐ ടെൽ യു, ഓരോരുത്തരും വ്യക്തിപരമായ ജീവിതത്തിൽ, ഈവൻ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഐ വോണ്ട് യു ടു ബി വൈസ്. ആസ് ഈച്ച് ഫാമിലീസ് ഐ വോണ്ട് യു ടു ബി വൈസ്. ആസ് ഓൾ ഓഫ് us ടുഗെദർ വി വോണ്ട് ടു ബി വൈസ് ബിൽഡേഴ്സ്. കർത്താവിൻ്റെ ജ്ഞാനമുള്ള, കർത്താവ് ജ്ഞാനം തന്ന വൈസ് ബിൽഡേഴ്സായിട്ട് നമ്മൾ ഓരോരുത്തരും ആകണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളെ സഹായിക്കട്ടെ.